ഇസ്രയേൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും അധികം വിരണ്ടിടിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. നിലവിൽ ഇറാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ലായിരുന്നു. അതായത് ഇസ്രയേൽ ഇനി ആക്രമിക്കാൻ പോകുന്നത് ഇറാനെ ആയിരിക്കുമെന്നുള്ളത് അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന അവരുടെ പരമോന്നത നേതാവ് ഭയപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ഈജിപ്റ്റ് ഒരു മധ്യസ്ഥ ശ്രമവുമായിട്ടെത്തുന്നു. ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഇറാനും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും തമ്മിൽ ഒരു ചർച്ച നടത്തുന്നു. അതായത് ഇറാനിലെ ആണവ സൗകര്യങ്ങളെക്കുറിച്ച് വന്ന് പരിശോധന നടത്താനായിട്ട്, അതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ടൊക്കെ തന്നെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് സൗകര്യം നൽകുന്നു, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പോകുന്നു. ഇത് ഖത്തറിൻ്റെ മേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൻ്റെ തുടർച്ചയായി സംഭവിച്ചതാണ്. കാരണം ഖത്തറിലേക്ക് ഇസ്രയേൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യം സംഭവിച്ച കാര്യമാണ്. ഇത്തരമൊരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ഇറാനിലും ഇത് സംഭവിക്കാം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അറിയാതെയാണ് 3000 കിലോമീറ്ററോളം അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ഇസ്രയേലി പോർ വിമാനങ്ങൾ പറന്നു ചെന്ന് ആക്രമണം നടത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.